തിരികെ വാർത്തകളിലേക്ക് എത്തുകയാണ്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാനിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 244 പേരാണ്. ഇറാഖിനടുത്തുള്ള മെഹ്റാനിലുണ്ടായ ആക്രമണത്തിൽ 43 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായി ഇറാൻ അറിയിക്കുന്നു. ഇറാന്റെ ആക്രമണത്തിൽ ഇതുവരെ 3 US സൈനികരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിനിടെ ഷിപ്പിംഗ് ഭീമൻ MSCയും ഗൾഫിലേക്കുള്ള ബുക്കിംഗ് നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി വരികയാണ്. സംഘർഷ മേഖലയിലെ ചരക്ക് കപ്പലുകൾ നിർത്തിയിടാനാണ് ഇപ്പോൾ പുതിയ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റൊരു ഷിപ്പിംഗ് ഭീമനായ ഹെപ്പക് ലോയിഡും ഗൾഫിലേക്കുള്ള ചരക്ക് നീക്കം നേരത്തെ റദ്ദാക്കിയിരുന്നു. അതായത് ഹോർബിസ് കടലിടുക്കിലൂടെ ഇപ്പോൾ വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ എണ്ണക്കപ്പലുകൾ സഞ്ചരിക്കുന്നില്ല, അവിടം നിശ്ചലമാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി വരുന്നത്. അതോടൊപ്പം തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ആക്രമണം അത് ഇടതടവില്ലാതെ തുടരുകയാണ്. പലതരത്തിൽ അത് ഇപ്പോഴും തുടരുന്നുണ്ട്. ആശങ്ക ഇതിനോടകം തന്നെ ഗൾഫ് രാജ്യങ്ങൾ ഇറാനെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. അതല്ലാതെ ഗൾഫ് രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ ഒരുമിച്ചിരുന്ന് ഈ കാര്യത്തിൽ പ്രതിവിധി ഉണ്ടാക്കണം. ഇങ്ങനെ ആക്രമണം തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുന്നതല്ല എന്നുള്ളൊരു മുന്നറിയിപ്പെന്നോണം ഇറാനോട് കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും ഇറാൻ പറയുന്നു, നിങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയാം, പക്ഷേ അതിനേക്കാൾ ഉപരിയാണ് അമേരിക്കക്കെതിരെയുള്ള ഞങ്ങളുടെ തിരിച്ചടി, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നുള്ളതാണ് ഇറാന്റെ വാക്കുകൾ. ഇപ്പോൾ ഷിനോജ് ഷംസുദ്ദീൻ നമുക്കൊപ്പം പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ഷിനോജ്, ഇങ്ങനെ പോയാൽ, അതായത് ഇതേപോലെ സംഘർഷം തുടരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ, ഇപ്പോൾ ബെന്യാമിൻ നെതന്യാഹുവിന്റെ വാക്കുകൾ എടുത്താൽ ഞങ്ങൾ വീണ്ടും കനത്ത ആക്രമണത്തിന് മുതിരുകയാണ് എന്ന് നെതന്യാഹു പറയുമ്പോൾ സ്വാഭാവികമായും അതിന്റെ തിരിച്ചടി ഇപ്പോഴുണ്ടായതിനേക്കാൾ വലിയ ആക്കം കൂട്ടിയുള്ള തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അത് ഗൾഫ് മേഖലയെ ആകെ പിടിച്ചുലയ്ക്കാൻ പോകുന്നതുമാകും. ഇപ്പോഴത്തെ സാഹചര്യം പോലെ ആയിരിക്കില്ല അങ്ങനെ വന്നാൽ. എന്തായിരിക്കും ഒരു ദൂരവ്യാപകമായ പ്രത്യാഘാതം ഇത് ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്നത്? മഹേഷ്, ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ജോലിയെടുക്കുന്ന, അവർ ബിസിനസ് നടത്തുന്ന ഒരു സ്ഥലമാണ്. ഇവിടേക്ക് ഇത്രയും പ്രവാസികളെ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളെ ആകർഷിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇവിടുത്തെ സുരക്ഷയും അതേപോലെ തന്നെ സൗകര്യങ്ങളും ഉയർന്ന ജീവിത നിലവാരവും ഒക്കെയാണ്. അതിൽ ഏറ്റവും ആകർഷകമായ സുരക്ഷയെയാണ് ഈ ആക്രമണങ്ങൾ ബാധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇന്നിപ്പോൾ UAE-യിൽ ഞായറാഴ്ചയാണ്, വാരാന്ത്യ അവധിയാണ്. സാധാരണ നിലയിൽ ഇവിടുത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും മറ്റ് ഭക്ഷ്യശാലകളിലൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടേണ്ട ദിവസമാണ്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ പല റോഡുകളും ആളൊഴിഞ്ഞു കിടക്കുകയായിരുന്നു. പ്രത്യേകിച്ച് നിർദ്ദേശമുണ്ടായിരുന്നു, സുരക്ഷാ കാരണങ്ങളാൽ ആളുകൾ പുറത്തിറങ്ങരുത് എന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ പലപ്പോഴും വീടുകളിൽ തന്നെ തുടരുകയായിരുന്നു. ഇനിയിപ്പോൾ നാളെ പ്രവൃത്തി ദിനങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോഴും വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്താനാണ് UAE തൊഴിൽ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുള്ളത്. അതായത് അടുത്ത ദിവസങ്ങളിലും ഇതേ സാഹചര്യങ്ങൾ തുടരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ 4-ാം തീയതി വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓൺലൈനിൽ പ്രവർത്തിക്കണമെന്നും മറ്റു സ്വകാര്യ സ്ഥാപനങ്ങൾ അവിടുത്തെ ജീവനക്കാർ വീടുകളിൽ തുടർന്ന് അവിടെ ജോലികൾ പൂർത്തിയാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് സുരക്ഷ കണക്കിലെടുത്താണ്. നിരവധി പേർ ദിവസം ഈ റമദാനിൽ പോലും വൈകുന്നേരങ്ങളിൽ ആയിരക്കണക്കിന് പേർ എത്തുന്ന ഗ്ലോബൽ വില്ലേജ് അടച്ചിരിക്കുകയാണ്. ഇന്ന് അവിടേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല. കാരണം ആളുകൾ കൂടുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കുകയാണ് പരമാവധി. പല മസ്ജിദുകളിലും നേരത്തെ ഈ ഇഫ്താർ ടെന്റുകൾ ഒരുക്കി അവിടെ ആളുകളെ കൂടിയിരുത്തി നോമ്പ് തുറക്കുന്ന സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പലരോടും ഇന്ന് കയ്യിൽ അവർക്ക് ഭക്ഷണം കൊടുത്തയക്കുകയായിരുന്നു. താമസ സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിച്ചാൽ മതി, ആളുകൾ കൂടുന്നത് ഒഴിവാക്കാൻ പരമാവധി അധികൃതർ ശ്രമിക്കുകയാണ്. അത് മൊത്തത്തിൽ ഗൾഫിന്റെ അല്ലെങ്കിൽ ഇവിടെ ദുബൈയിലൊക്കെ നഗരജീവിതത്തിന്റെ സ്വഭാവത്തെ ഇത് ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇവിടുത്തെ ബിസിനസ്സുകളെ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇത് നീണ്ടു നിൽക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരിക്കലും ഗൾഫ് രാജ്യങ്ങൾക്ക് അത് താങ്ങാൻ കഴിയുന്ന ഒരു കാര്യമായിരിക്കില്ല. ഇവിടുത്തെ സമ്പദ്ഘടനയെ അത് ബാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ആക്രമണം എടുത്തു നോക്കുകയാണ്, അതായത് ഇന്നലെ രാത്രി നടന്ന ആക്രമണങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ
UAE-യിലെ 2 പ്രധാന വിമാനത്താവളങ്ങളിലേക്ക് ഇറാന്റെ ഡ്രോണുകൾ എത്തുന്നു. അതേപോലെ തന്നെ ഏറ്റവും വലിയ വിനോദ സഞ്ചാരവും അത്യാഡംബര ഹോട്ടലുമായ ബുർജുൽ അറബിന് നേരെ ഡ്രോൺ എത്തുന്നു. അവിടെ തീപിടുത്തമുണ്ടാകുന്നു. ഏറ്റവും വലിയ കയറ്റുമതിയും ഇറക്കുമതിയും ഒക്കെ നടക്കുന്ന ദുബായ് പോർട്ടിൽ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തമുണ്ടാകുന്നു. ഇതെല്ലാം ദുബൈയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ മേഖലകളാണ്. ഇന്ന് വൈകുന്നേരം ലഭിക്കുന്ന സുപ്രധാനമായ വാർത്ത എന്നുള്ളത് അബുദാബിയിലെ പ്രധാനപ്പെട്ട നേവൽ ബേസായ സലാം നേവൽ ബേസിലേക്ക് അൽസലാം നേവൽ ബേസിലേക്ക് 2 ഇറാനിയൻ ഡ്രോണുകൾ എത്തി ആക്രമണം നടത്തി എന്നുള്ളതാണ്. അവിടെ 2 കണ്ടെയ്നറുകൾക്ക് തീപിടിച്ചിട്ടുണ്ട്. അത് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ആളപായമില്ല എന്നുള്ളതാണ് ആശ്വാസകരം.